അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെയും നിലവിലുള്ള നയതന്ത്ര സമവാക്യങ്ങളെയും പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഇപ്പോൾ ആഗോള നയതന്ത്രത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ നേരിടുന്ന ഇറാനിലേക്ക് ജൂലൈ 3-ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ശക്തികളുടെ പ്രതിനിധികൾ കൂട്ടത്തോടെ ഒഴുകിയെത്തിയ കാഴ്ചയാണ് ലോകം കണ്ടത്. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയവരുടെ നിര പരിശോധിക്കുമ്പോൾ വാഷിംഗ്ടണിന്റെ കൺമുന്നിൽ ഒരു പുതിയ ബഹുദ്രുവ ലോകം രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും തന്ത്രപരമായ സഖ്യകക്ഷികളും പോലും ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകളെ അവഗണിച്ചുകൊണ്ട് ടെഹ്റാനിലേക്ക് തങ്ങളുടെ ഉന്നത പ്രതിനിധികളെ അയച്ചു എന്നത് വൈറ്റ് ഹൌസിനെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. പാശ്ചാത്യ ശക്തികൾ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രമുഖ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് ഈ സംഭവത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഈ ആഗോള കൂട്ടായ്മയിൽ ഏറ്റവും ശ്രദ്ധേയമായത് വടക്കൻ അറ്റ്ലാന്റിക് സഖ്യത്തിലെ പ്രമുഖ അംഗമായ തുർക്കിയുടെ സാന്നിധ്യമായിരുന്നു. നാറ്റോ സഖ്യത്തിൽ നിന്ന് ഔദ്യോഗികമായി പങ്കെടുത്ത ഏക രാഷ്ട്രം തുർക്കിയാണ്. അമേരിക്കയുടെ കടുത്ത സൈനിക സഖ്യത്തിൽ തുടരുമ്പോഴും ഇറാനുമായി മികച്ച പ്രാദേശിക ബന്ധം കാത്തുസൂക്ഷിക്കാൻ പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഖാന്റെ ഭരണം കാണിച്ച ഈ ആർജവം പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാന പങ്കാളികളായ സൗദി അറേബ്യയും ഖത്തറും ഈ ചടങ്ങിൽ പങ്കെടുത്തത് വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയായാണ് വിലയിരുത്തപ്പെടുന്നത്. വർഷങ്ങളായി ഇറാനുമായി കടുത്ത ശത്രുതയിലായിരുന്ന സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പുതിയ നയങ്ങളുടെ ഭാഗമായി ഇറാനിലേക്ക് തങ്ങളുടെ അതീവ ഉന്നതതല പ്രതിനിധി സംഘത്തെയാണ് അയച്ചത്. സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും ഈ നീക്കം ഡൊണാൾഡ് ട്രംപിനേറ്റ ഏറ്റവും വലിയ നയതന്ത്ര തിരിച്ചടിയായാണ് നിരീക്ഷകർ കാണുന്നത്. ഇറാനെ പൂർണ്ണമായും ഉപരോധത്തിലൂടെ തകർക്കാൻ അമേരിക്ക ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ അയൽ രാജ്യവുമായി നല്ല ബന്ധം സ്ഥാപിക്കാനാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത്. അയൽ രാജ്യമായ പാകിസ്ഥാൻ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഹൈ പ്രൊഫൈൽ സംഘത്തെയാണ് ഖമേനിക്ക് ആദരവർപ്പിക്കാൻ ടെഹ്റാനിലേക്ക് നിയോഗിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ ആസിം മുനീറും നേരിട്ടാണ് ഇറാനിലെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ പോലും വകവയ്ക്കാതെ ഇറാന്റെ ഒപ്പം നിൽക്കാൻ കാണിച്ച ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയും ഇറാനുമായുള്ള തങ്ങളുടെ പുരാതനവും സാംസ്കാരികവുമായ ആഴത്തിലുള്ള ബന്ധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയാണ് ടെഹ്റാനിൽ കണ്ടത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾക്കിടയിലും ഇറാനുമായുള്ള തന്ത്രപരമായ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണറും മുൻ സൈനിക മേധാവിയുമായ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദ ഹസൈനനും അടങ്ങുന്ന ഔദ്യോഗിക പ്രതിനിധി സംഘത്തെയാണ് ന്യൂഡൽഹി അയച്ചത്. ഇന്ത്യയുടെ ഈ പ്രതിനിധി സംഘത്തിന്റെ ഘടന വളരെ ആസൂത്രിതമായിരുന്നുവെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളിൽ ഇറാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യ അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്ക് മുൻപിൽ തങ്ങളുടെ വിദേശ നയം പണയം വെക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ ഖമേനിയുടെ വിടവാങ്ങൽ ചടങ്ങിലേക്ക് ലോകരാഷ്ട്രങ്ങൾ കാണിച്ച ഈ താല്പര്യം ആഗോളതലത്തിൽ അമേരിക്കയുടെ കൽപ്പനകൾക്ക് പഴയതുപോലെ വിലയില്ലെന്ന യാഥാർത്ഥ്യമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്ക ഏകാധിപത്യപരമായി നിയന്ത്രിച്ചിരിക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് വികസ്വര രാജ്യങ്ങളും പ്രാദേശിക ശക്തികളും ഒന്നിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ബഹുദ്രുവ സംവിധാനത്തിലേക്ക് ലോകം അതിവേഗം മാറിക്കഴിഞ്ഞു എന്നതിന്റെ കൃത്യമായ തെളിവാണ് ടെഹ്റാനിലെ ഈ ദൃശ്യങ്ങൾ. തുർക്കി, സൗദി, ഖത്തർ, പാകിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ വൻ ശക്തികൾ ഒരേ വേദിയിൽ ഒത്തുകൂടിയത് ഭാവിയിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു സാമ്പത്തിക സൈനിക സഖ്യം രൂപപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. അമേരിക്കയുടെ സാന്നിധ്യമില്ലാതെ തന്നെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക ശക്തികൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഈ കൂട്ടായ്മ നൽകുന്നുണ്ട്. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ സംഭവം കടുത്ത ആഭ്യന്തര തർക്കങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. തങ്ങളുടെ സഖ്യകക്ഷികളെ പോലും നിയന്ത്രിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കഴിയുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ശക്തമാണ്. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്താരാഷ്ട്ര പിന്തുണ വലിയൊരു ആശ്വാസവും ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. പുതിയ പരമോന്നത നേതാവിന്റെ കീഴിലേക്ക് രാജ്യം മാറുമ്പോൾ ആഗോളതലത്തിൽ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന ബോധ്യം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കൂടുതൽ സുസ്ഥിരമാക്കും.
ചടങ്ങിൽ പങ്കെടുത്ത ഏഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഊർജ്ജ സുരക്ഷയുടെയും വ്യാപാരത്തിന്റെയും കാര്യത്തിൽ ഇറാനുമായി വലിയ താല്പര്യങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം സാമ്പത്തികമായി നിലനിൽപ്പിനാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് ഈ രാജ്യങ്ങൾ തെളിയിച്ചു. ലോക ചരിത്രത്തിൽ വലിയൊരു നയതന്ത്ര വഴിത്തിരിവിനാണ് ജൂലൈ ആദ്യവാരം സാക്ഷ്യം വഹിച്ചത്. ഇറാന്റെ മണ്ണിൽ ഒത്തുചേർന്ന ആഗോള നേതാക്കളുടെ സാന്നിധ്യം വാഷിംഗ്ടണിന്റെ ഉപരോധ തന്ത്രങ്ങളുടെ പരാജയവും പുതിയൊരു ആഗോള അധികാര സമവാക്യത്തിന്റെ വിജയവുമാണ് വിളിച്ചോതുന്നത്. ഈ പുതിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് രാജ്യാന്തര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്.